നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ സൈലൻസ് ആരംഭിക്കാം. സ്വാഗതം. മഴവെള്ളം ഒഴുകിപ്പോയതോടെ ചാലക്കുടി മംഗലൻ കോളനി നിവാസികൾ വീടുകളിലേക്ക് തിരികെ എത്തി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് തിരികെ വീടുകളിലേക്ക് എത്തിയത്. വീട്ടുപകരണങ്ങളെല്ലാം നശിച്ച നിലയിലാണ്. ഞായറാഴ്ച രാവിലെ മുതൽ വീടും പരിസരവും വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ഇവിടത്തുകാർ. അന്നമനട മഹാദേവ ക്ഷേത്രം മണപ്പുറത്ത് കർക്കിടകമാവ് ബലിതർപ്പണത്തിന് ദേവസ്വം സൗകര്യം ഒരുക്കിയില്ലെന്ന് ഹിന്ദു ഐക്യവേദി. മണപ്പുറത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ചളിയും മറ്റുമായ സാഹചര്യത്തിലാണ് അന്നമനട ശിവരാത്രി ആഘോഷ കമ്മിറ്റിക്കാർ ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കുവാൻ തയ്യാറാവാതിരുന്നത്. മഴയെ തുടർന്നുള്ള അവധികൾക്ക് ശേഷം സ്കൂളുകൾ നാളെ തുറക്കും. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പുകൾ അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിൽ ഇല്ലെങ്കിലും ഈ ദിവസങ്ങളിൽ ജാഗ്രത തുടരണം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 2 ലക്ഷം രൂപയിൽ സാധനങ്ങളുമായി വാഹനം നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന കളക്ഷൻ സെന്ററിലേക്ക് പുറപ്പെട്ടു. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനസ് അബൂബക്കറിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് വാഹനം പുറപ്പെട്ടത്. മാളത്താൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ ദിനവും ആദരണീയവും സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PN ജയരാമൻ അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുട്ടികളെ സർക്കാരിന്റെ അനുവാദത്തോടുകൂടി ദത്തെടുക്കുമെന്ന് മാള അൽ-അസ്ർ സെൻട്രൽ സ്കൂൾ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു. മാള നെയ്തുകുടി കുടുംബി സേവാ സംഘം വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. KSS കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് KM ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് KD ഷാജി അധ്യക്ഷത വഹിച്ചു. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന കോഴിക്കുളങ്ങര പൂജ നടത്തി. കർക്കിടക മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച ഉച്ചപൂജ നേരത്തെ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 11 മണിക്ക് നട അടച്ച് കാവിൽ കടവിൽ നിന്നും വള്ളത്തിൽ കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി പൂജ ചടങ്ങുകൾ നടത്തി. മാറ്റിവച്ച വൃക്ക തകരാറിലായ നിർധന യുവാവിന്റെ ചികിത്സാ സഹായത്തിനായി പുത്തഞ്ചിറയിൽ മിലാൻസ് ക്ലബും പഞ്ചായത്ത് അംഗങ്ങളും സംയുക്തമായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ലഭിച്ച തുക പുത്തഞ്ചിറ പള്ളത്തേരി അയ്യപ്പന്റെ മകൻ സനീഷിന് കൈമാറി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.